ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഷെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതേപോലത്തെ ഹാങ്ങിങ് പോട്ട്സ് ആണ്. വളരെ മനോഹരമായിട്ട് നമ്മുടെ വീടുകളിൽ തൂക്കാൻ പറ്റുന്ന രീതിയിൽ മനോഹരമായിട്ട് പെയിന്റ് അടിച്ച് ചെയ്യാൻ പറ്റും. പലരും ചെയ്യാറുണ്ട്, പക്ഷെ ഇത് പെയിന്റ് അടിച്ച് എങ്ങനെ വൃത്തിയായിട്ട് പെയിന്റ് അടിച്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് മിക്സ് ചെയ്യാനുള്ള ഒരു പാത്രം, എന്ത് പാത്രമായാലും മതി കേട്ടോ. ഇപ്പോൾ നമ്മളൊരു സിമെന്റ് മിക്സ് ചെയ്യുന്ന ചട്ടിയുണ്ടെങ്കിൽ ഓക്കെ. പിന്നെ എം സാൻഡ്, ഇപ്പോൾ നമുക്ക് കിട്ടാനുള്ള എം സാൻഡാണ്. അതൊന്ന് അരിച്ചെടുത്തേക്കാം. വലിയ കല്ലുകളുണ്ട് ഒഴിവാക്കാം, അത്രേ ഉള്ളൂ, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ സിമെന്റ് അധികമൊന്നും വേണ്ട. ഒരു കിലോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3-4 ചട്ടി വരെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ. അപ്പോൾ ഞാൻ ഇതിൽ ഇത്തരം സിമെന്റ് എടുത്തു, ഏകദേശം സിമെന്റ് എടുത്തു. അത്രയും തന്നെ മണല്. അപ്പോൾ 1:1 എന്നുള്ള റേഷ്യോ നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടാൽ മതി. ഇതിലൊന്നും കണക്കൊരു ഇത്തിരി തെറ്റിയതെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഗ്ലൗസ് കഴിഞ്ഞിടാം. ഇത് റീയൂസബിൾ ഗ്ലൗസ് ആണേ. നമ്മുടെ സർജിക്കൽ ഗ്ലൗസ് 5 രൂപയ്ക്ക് കിട്ടുന്നത് അതായാലും മതി. നല്ലപോലെ മിക്സ് ചെയ്യുക. 1:1 ആണ് റേഷ്യോ. അല്പം സിമെന്റ് കയറിയിരുന്നാലും കുഴപ്പമില്ല. സിമെന്റ് മാത്രമായിട്ട് ചെയ്യരുത്, അല്ല ചെയ്യണതുകൊണ്ടല്ല, പക്ഷെ അതിന് ഈട് വളരെയധികം കുറയണതാണ് ഞാൻ കണ്ടേക്കുന്നത്. ബാക്കി നിന്റെ ഇഷ്ടോട്ടാ ചെയ്യണത്, പറഞ്ഞു. സിമെന്റ് ഒരു അല്പം കൂടുതൽ ഇടാൻ പറഞ്ഞാൽ നല്ല ഫിനിഷിങ് കിട്ടും. അതുകൊണ്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് വെള്ളം ഒഴിക്കുക. ഇതിലൊരു ഗുണം, അല്പം വെള്ളം കൂടിയാലും ഒന്നും പറ്റാനില്ല. കാരണം നമുക്ക് തുണിയാണ് മുക്കേണ്ടത്. അത് ഞാൻ കാണിച്ചു തരാം. നല്ലപോലെ മിക്സ് ചെയ്യും. അല്പം കൂടി വെള്ളം ഒഴിക്കാം. നിങ്ങൾ നോക്കിയേ, നല്ല വെള്ളമുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് നമുക്ക് ഇതുപോലത്തെ ഒരു തുണിയാണ്. അതിപ്പോൾ എന്ത് തുണിയായാലും മതി കേട്ടോ. വീട്ടിൽ ഇതിന് പഴയ തുണി അത്ര തന്നെ. ഇത് എൻ്റെ അമ്മയുടെ മുണ്ടാണ്, പഴയ മുണ്ട്. ഇതുപോലെ എന്തെങ്കിലും മതി. ഈ തുണി ഇങ്ങനെ ഒന്ന് കീറെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു വീതി ഒന്നല്ലോ, അത് ഒന്നും കൂടി ഒന്ന് ചെറിയൊരു കഷ്ണമാക്കാം. വീണ്ടും ഒരു ചെറിയ കഷ്ണമാക്കാം. ഇതേപോലത്തെ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. അത് നമുക്ക് 2 രീതിയിൽ ഈ പോട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് യൂണിഫോം ആയിട്ട് നല്ല ഭംഗിയിൽ റൗണ്ട് വരത്തക്ക രീതിയിൽ, ഒന്ന് കുറച്ച് ഏനൊക്കെ കുറച്ച് വരുന്ന രീതിയിൽ. അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. 2 ഞാൻ കാണിച്ചു തരാം. തുണിയെല്ലാം നമ്മൾ കീറി വച്ചിട്ടുണ്ട്. ഇനി വേണ്ട ഇതുപോലത്തെ ഒരു കലം. ഇത് കലം വേണമെന്നില്ല, നിങ്ങളുടെ വീട്ടിൽ എന്താണോ അവൈലബിൾ ആയിട്ട്. ചിലപ്പോൾ പാത്രമായിരിക്കാം, ചിലപ്പോൾ ഒരു കപ്പായിരിക്കാം, എന്താണെങ്കിലും മതി. അല്ലെങ്കിൽ ബലൂൺ നിറച്ചിട്ട് നമുക്ക് അതിൻ്റെ പുറത്തായിട്ട് ഇത് ചെയ്യാം. എന്ത് വേണം ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ കലമുള്ളത് അമ്മപ്പം കലക്കൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ കംപ്ലൈൻ്റ് ആയിരുന്ന കുറച്ച് കലം, അത് ഞാൻ 10-25 രൂപ അന്ന് മേടിച്ച് വെച്ചതാണ്. ഇത് വിള്ളലുള്ള കലമാണ്. ഈ കലത്തുമ്മ നമ്മളൊരു കവർ ഇടുക. ഈ കവർ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അരി പൊതിഞ്ഞിട്ട് വരുന്ന കവറോ അല്ലെങ്കിൽ അതുപോലത്തെ എന്ത് കവറായാലും കുഴപ്പമൊന്നുമില്ല. എളുപ്പത്തിൽ നമുക്കിത് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ കവർ റാലും പറയുന്നത്. ഇതേപോലത്തെ നമുക്ക് 2 കുടം ചെയ്യാം. 2 കുടം ഞാൻ കുടം. ഇതെന്താ വെച്ചാൽ എൻ്റെ എല്ലാം ഇപ്പോൾ ഞാനൊരു 3-4 ഓൾറെഡി ചെയ്തിട്ടുണ്ട് വീട്ടിൽ ഒരു ഹാങ്ങിങ് ഗാർഡൻ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ ഏകദേശം ഷേപ്പും സൈസും ഒക്കെ ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇറഗുലർ ആയിട്ടോ റെഗുലർ ടൈപ്പിലോ ഒക്കെ ചെയ്യാം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച സിമെന്റ്, ആ വെള്ളമാണത്, ഇതിലേക്ക് നമ്മൾ തുണി മുക്കുക. ഇതുപോലെ മുക്കിയെടുക്കുക. അപ്പൊ ഈ അങ്ങനെ സിമെന്റിൽ മുക്കി വെച്ചാൽ തുണി ഇത് എടുത്ത് നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ നടുക്കായിട്ട് തിരിച്ചെടുക്കാം. എടുത്തിട്ട് അതിന് ക്രോസ് ചെയ്ത് വിരിച്ചു കൊടുക്കാം ഇത്തരത്തിൽ. കാരണം ഇതിന്റെ ഈ താഴത്തെ ഭാഗത്തിന് നല്ല വെയിറ്റ് വരണം, ബലം വരണം. അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ തുണി തീരെ ചെറുതാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇതിന്റെ ഏകദേശം 1/3 വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വെച്ചെടുക്കുന്നത്. ഇങ്ങനെ സൈഡിൽ എല്ലാ ഭാഗത്തുനിന്നും ഒരുപോലെ നമ്മൾ ഇതേപോലെ വച്ചു കൊടുക്കാം. ഒരു 8-10 അത്തരത്തിലുള്ള തുണി കഷ്ണങ്ങളാണ് നമുക്കതിന് വേണ്ടി വരുന്നത്. ശരിക്കും പറഞ്ഞാൽ കാര്യമായിട്ട് നമുക്ക് ചിലവൊന്നുമില്ല. ബാലൻസുള്ള ഇതുപോലെ നിങ്ങൾ കുറച്ച് ബാലൻസ് ഉള്ളതല്ല, എന്തായാലും ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചൊന്നും ഇങ്ങനെ പൊത്തി കൊടുക്കണം. അപ്പോൾ ഒരു ടെക്സ്ചറും കിട്ടും നമുക്ക്. അതിപ്പോൾ ഇങ്ങനെ പൊങ്ങിണ്ടാന്ന് നോക്കിയല്ലേ, എന്നാലാണ് നമുക്ക് അതുപോലെ പെയിൻറ്റ് കൊടുക്കാനും നല്ല പൊങ്ങിണ്ടാകും. നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തു വയ്ക്കാൻ പറ്റും. ഇനി ഇത് 24 മണിക്കൂർ ഉണങ്ങാൻ പറ്റും. 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ തന്നെ കഴിയുന്നത് വയ്ക്കാൻ ശ്രമിക്കണം. കാരണം പെട്ടെന്ന് എടുക്കരുത്, നമുക്കൊരു ആൻസൈറ്റി ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ 24 മണിക്കൂർ കഴിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇതിൻ്റെ കളർ കണ്ടോ മാറിയേക്കുന്നത്.
കവർ വെറുതെ അങ്ങോട്ട് പൊളിച്ചെടുത്താൽ മതി. ചുമ്മാ കവർ ഇങ്ങോട്ട് തെന്നിപ്പോരും, പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ കവർ ഇങ്ങോട്ട് പറിച്ചെടുത്താൽ മതി. അധികം പൊടിയരുത്, ഒത്തിരി ബലം കൊടുക്കരുത്, ഒരു നേക്കിനെടുക്കണം, പിന്നെ പ്രശ്നമൊന്നുമില്ല. അറ്റരിക്കുന്നുണ്ടോ, ഒന്നും ഷേപ്പായിരിക്കില്ല, ഇതിങ്ങനെ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും. അപ്പോൾ വേണ്ടാത്ത ഭാഗങ്ങൾ നമുക്കൊരു കത്രിക ഉപയോഗിച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അതായത് കുറച്ച് ഓവറായിട്ട് അലമ്പായിട്ടിരിക്കുന്നത് മാത്രം കട്ട് ചെയ്ത് കളയാം നമുക്ക് ഇതുപോലെ കത്രിക ഉപയോഗിച്ചിട്ട്. ബാക്കിയൊക്കെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. സിമ്പിളാണ്. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് നമ്മളിത് ഒന്നുകൂടി വെള്ളത്തിൽ മുക്കി വെക്കണം. ഞാൻ ഇങ്ങനെ ഇത്രയും പ്രൊസീജിയേഴ്സൊക്കെ പറയണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈട് കിട്ടാൻ വേണ്ടിയിട്ടോ. നമ്മളിത് ഹാങ് ചെയ്തല്ലേ ഇടുന്നത്. അപ്പോൾ മണ്ണൊക്കെ നിറച്ചിട്ട് വെയിറ്റ് വയ്ക്കുന്നു, ചെടിയൊക്കെ നിറഞ്ഞ് എപ്പോഴും നനഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ്. അപ്പോൾ അത് സിമെൻറ്റിന് നല്ല നനവ് കിട്ടില്ലെങ്കിൽ ലൈഫ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് വീണ്ടും വെള്ളത്തിൽ അല്പം നേരം മുക്കി വയ്ക്കും. അതെന്ന് പറഞ്ഞാൽ ഒരു 12 മണിക്കൂർ 24 മണിക്കൂർ 12 മണിക്കൂറെങ്കിലും മുക്കി വയ്ക്കണം. അപ്പോൾ നല്ല സ്ട്രോങ് ആയിരിക്കും, നല്ല ലൈഫ് നമുക്ക് കിട്ടും. ഞങ്ങളുടെ വീട്ടിലെ വെള്ളം അല്പം മോശമാട്ടോ. ഫിൽറ്ററൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ കുടിക്കാനുള്ള വെള്ളം എടുക്കുന്നത്. നിങ്ങളുടെ നല്ല വെള്ളമാണെങ്കിൽ നല്ല വെള്ളം നല്ല ക്ലിയർ ആയിട്ട് ഇരുന്നോളൂ. ഇതേപോലെ ഉള്ളാക്കിയിരിക്കും. അത് നമുക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ ഞാൻ എങ്ങനെയാന്ന് കാണിച്ചു തരാം. ഇത് വെള്ളത്തിൽ മുക്കി വെക്കണതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നല്ല ഈട് കിട്ടാൻ വേണ്ടിയിട്ടോ, നല്ല ലൈഫ് കിട്ടും. ഇതിൻ്റെ എഡ്ജൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പോയിരിക്കണത് കാണാം. അതൊക്കെ എങ്ങനെയാണ് ഫിനിഷ് ചെയ്തെടുക്കണേ നമുക്ക് നോക്കാം. സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു 12 മണിക്കൂർ 24 മണിക്കൂറൊക്കെ വെള്ളത്തിൽ മുക്കി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്, നല്ല ലൈഫ് കിട്ടും. ഇനി ഇത് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കാം. വെയിലത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, തണലത്ത് വെച്ചാലും മതി. ശരിക്കും ഒന്ന് വലിയണം. അതിപ്പോൾ ചിലപ്പോൾ ഒരു 12 മണിക്കൂറൊക്കെ തന്നെ വലിയാനായിട്ട് എടുക്കും. സിമെൻ്റ് അല്പം ഒന്ന് കലക്കിയേക്കണതാണ്. നമുക്കിതിൻ്റെ എഡ്ജസ് ഒന്ന് സെറ്റാക്കി വെക്കാം. ഇതാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്യും, ഇതിങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ഒന്ന് ഫിനിഷ് ചെയ്യണം. ഇത് സിമെൻറ്റ് മാത്രം മതി കേട്ടോ. നമ്മൾ എൻഡുകൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ രണ്ട് നിറയായിട്ടൊക്കെ തോന്നും. ഷോണായി കഴിയുമ്പോൾ ശരിയാവും. ഈ ഉൾഭാഗം വേണമെച്ചാൽ, അതായത് കട്ടി കുറച്ച് കുറവൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചൊന്നുകൊണ്ട് ഫിനിഷിങ് കൊടുത്തേക്കാം. ഉള്ളിൽ നമ്മൾ മണ്ണിടാനുള്ളതായതുകൊണ്ട് അതിൻ്റെ അത്ര പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും ഒരു ഭംഗി നമ്മൾ ചെയ്യും, അത്രയുള്ളൂ. നമ്മളിത് ശരിക്കും ഡ്രൈ ആയിട്ടുണ്ട്, ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിനി എങ്ങനെ പെയിൻറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ബ്ലാക്കാണ്. അപ്പോൾ ബ്ലാക്ക് അക്രലിക് ഉണ്ടെങ്കിൽ ബ്ലാക്ക് അക്രലിക്കാണ് ഞാൻ യൂസ് ചെയ്യണേ. ഫെവിക്രിലിൻ്റെ ആണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും, ഭയങ്കര ഫിനിഷിംഗ് ആണ്. അതേസമയം ക്യാമലിൻ്റെ ആകുമ്പോൾ അത്രയും ഫിനിഷിംഗ് ഉണ്ടാവില്ല. നമുക്ക് ഇത്രയും ഹാർഡായിട്ട് ഇതിൽ യൂസ് ചെയ്യണമെന്നില്ല. ഇത്തിരി ഫെവിക്കോൾ നമ്മൾ മിക്സ് ചെയ്തെടുക്കാറില്ലേ, മോട്ട് പോഡ്ജ് ഉണ്ടാക്കുന്ന പോലെ, ഒരു 2:1. അതായത് വെള്ളം 2, ഫെവിക്കോൾ 1, ആ ഒരു അംശത്തിൽ എടുക്കുക. ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി ഒരു ലൂബ്രിക്കേഷൻ കിട്ടും. കാരണം അത്രയും മതി, അത്രയും ഹാർഡൊന്നും ആവണമെന്നില്ല. കാരണം സിമെന്റ് നന്നായിട്ട് വെള്ളം കുടിക്കും. അപ്പോൾ അല്പം വെള്ളവും കൂടി നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ആ ഒരൊറ്റ മുക്കല്ലാട്ടോ നമ്മളത് ഇത്രയും ഏരിയ കവർ ചെയ്തേക്കുന്നത്. അത് പറഞ്ഞാൽ ഇച്ചിരി വെള്ളം ചേർത്താൽ കുഴപ്പമൊന്നുമില്ല. കാരണം അത്രയും ഡാർക്ക്നെസ്സിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ ഉള്ളിൽ അടിക്കാനില്ല കേട്ടോ, എന്താ മണ്ണിടാനുള്ള. ഈ സൈഡൊന്ന് അടിച്ചു വെച്ചേക്കാം, കാരണം കാണും നമ്മൾ കെട്ടി തൂക്കിയിട്ടാകും. ഇതേപോലെ ബാക്കി മണ്ണ് വീഴുമ്പോൾ ഒന്നും അറിയില്ല. ഇത് നമ്മൾ മെറ്റാലിക് കോപ്പറാണ് യൂസ് ചെയ്യാൻ കേട്ടോ. പേൾ മെറ്റാലിക്കിൻ്റെ കോപ്പർ ഇതുണ്ട്, പേൾ മെറ്റാലിക് കോപ്പർ 353 എന്ന് പറഞ്ഞ മോഡൽ. ഇതിൻ്റെ ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്. ഗോൾഡൻ സിൽവർ എൻ്റെ ഡസ്റ്റാണ് ഇരിക്കുന്നത് പൊടിയായിട്ട്. അപ്പോൾ നമ്മൾ കയ്യിൽ മുക്കിയിട്ട് ചെയ്യും. ഇത് പെയിൻ്റാണ്, ഇത്തിരി പെയിൻ്റ് എടുക്കുക. തൽക്കാലം ഇത്ര എടുത്ത് നമുക്ക് ആഡ് ഓൺ ചെയ്യാം. എന്നിട്ട് ഡയറക്റ്റ് അടിക്കരുത്, ഒന്ന് മുക്കിയതിന് ശേഷം ഒന്ന് ഇവിടെയൊക്കെ അടിച്ചതിന് ശേഷം വെറുതെ ബ്രഷ് വെച്ചിങ്ങനെ വലിച്ചു കൊടുക്കാം. പെയിൻറ്റിൽ മുക്കിയിട്ട് ഡയറക്റ്റാണ് കൊണ്ടേ പൊത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഭയങ്കരമായിട്ട് പെയിൻറ്റ് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു സുഖമില്ല. നല്ല ആൻറ്റിക് ലുക്ക് നിങ്ങൾക്ക് കിട്ടും. ആ പൊങ്ങി നിൽക്കുന്ന ഭാഗവും ഒക്കെ നമ്മൾ ഒരു കോടികൾ മുടക്കി ഉണ്ടാക്കിയ വീട്ടിലാണെങ്കിൽ വരെ നമുക്ക് വേണമെങ്കിൽ ഹാങ് ചെയ്തിടാന്നേ. അത്രയും ഭംഗിയാണ്, ഒരു പ്രീമിയം ക്ലാസ് ലുക്ക് നിങ്ങൾക്ക് കിട്ടും. വളരെ ഭംഗിയാവും. കാരണം നമ്മൾ ഇത് സിമെൻറ്റിൽ ഉണ്ടാക്കിയാന്നുള്ളത് തോന്നത്തില്ല. നോക്കി അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾ ഒരു പണ്ടത്തെ ആൻറ്റിക് ലെവലിൽ പിച്ചള പാത്രമോ ചെയ്തേക്കുന്ന പോലത്തെ ഒരു ഫീലാണ് ശരിക്കും നല്ല. എൻ്റെ അമ്മേനെ കാണിച്ചപ്പോൾ അമ്മ പറയുന്നു
നമ്മുടെ ചട്ടി പെയിന്റ് അടിച്ചതൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വാർണിഷ് എന്ന് പറഞ്ഞ സാധനം അടിക്കാം. ഞാൻ ഈ വാർണിഷിന് ബോർഡ് വാങ്ങുന്നു കേട്ടോ. ഇത് ക്ലിയർ സിന്തറ്റിക് വാർണിഷാണ്, ഏഷ്യൻ പെയിന്റ്സിൻ്റെ. ക്ലിയർ വാർണിഷ് കടകളിൽ പോയി ചോദിച്ചാൽ കിട്ടും. ഇത് 60 രൂപയും കണ്ടായിരുന്നു ഇതിൻ്റെ വില. 100 ml കണ്ടാണ്, 50 ml 100 ml കണ്ടാണ്, 200 ml വരുന്നത്. ഈ സാധനം ഡയറക്റ്റ് പെയിന്റിൽ മുക്കി വാർണിഷ് മുക്കി ഡയറക്റ്റ് അടിക്കണ്ട. അല്പം വാർണിഷ് എടുത്തിട്ട് അതിൽ ഇതേപോലെ നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. ഇത് എന്താ ടർപ്പൻറ്റൈനാണ്, ടർപ്പൻ എന്നൊക്കെ പറയും നാട്ടിൽ, ടർപ്പൻറ്റൈൻ. ഇത് 2 ടൈപ്പാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ടിന്നർ മേടിക്കാൻ കിട്ടും. ഇത് ഏതെങ്കിലും മിക്സ് ചെയ്ത് അടിച്ചാൽ മതി. അപ്പോൾ അല്പം വാർണിഷ് എടുക്കുക, അതിലേക്ക് ഈ ടർപ്പൻറ്റൈൻ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു ബ്രഷ് എപ്പോഴും ഇത് അടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുക. കാരണം ഇത് അടിച്ചാൽ ഹാർഡായിരിക്കും, പിന്നെ കഴുകി മണ്ണിൽ കഴുകി വെക്കണം. അപ്പോൾ അങ്ങനെ ഇതിനു വേണ്ടി വെച്ചാൽ ബ്രഷ് ചെയ്തു. അപ്പോൾ മുക്കി അടിച്ചാണ്. ഈ കാണുന്നത് ഞാൻ വാർണിഷ് അടിച്ചിട്ട് തിളക്കമുള്ളതാണ്. നല്ല ഭംഗി, നല്ല ഫിനിഷിങ്, നല്ല ഗ്ലേസിങ് ആയിരിക്കും. വെള്ളമൊന്നും വീണൊന്നും പറ്റില്ല, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് നമ്മൾ 2 ചെയ്താണ് കേട്ടത്. ഇത് വാർണിഷ് അടിക്കാത്തതാണ്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി ഒരു ഫെയ്ഡഡ് ആയിരിക്കും, പക്ഷേ ഒറിജിനാലിറ്റി ഉണ്ട്, പക്ഷേ തിളക്കം കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് ചെയ്യുക. വാർണിഷ് അടിക്കുവാണെങ്കിൽ ഇതേപോലെ തിളക്കത്തിൽ കിട്ടും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ തിളക്കം കുറഞ്ഞിട്ടായിരിക്കും. ഞാൻ വീഡിയോയിൽ ആദ്യം പറയുന്ന പോലെ ഷേപ്ഡ് ആയിട്ടും അൺഷേപ്ഡും ആയിട്ടും നമുക്കിത് ചെയ്യാൻ പറ്റും. ഇത് ഷേപ്ഡ് ആണ്, ഇത് കുറച്ചുകൂടി അൺഷേപ്ഡ് ആണ്. കണ്ടോ, ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ നിൽക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. എല്ലാം അതിൻ്റെതായ ഭംഗിയുണ്ട് കേട്ടോ. കാരണം ഇന്ന് ഒന്നിനും ഷേപ്പ് ഉണ്ടാകും, ഷേപ്പ്ലെസ് ആണ് ഇന്നത്തെ ഒരു ട്രെൻഡ്. അപ്പോൾ അതുപോലെ ചെയ്യാം. ഉള്ളിൽ നിങ്ങൾ പെയിൻ്റ് അടിച്ച് കളയേണ്ട, കാരണം നമ്മൾ മണ്ണിടാനുള്ളതാണ്. പിന്നെ ഇതുപോലെ ഒരു 3 ഹോളും കൂടി ഇട്ട് കൊടുക്കണം. അത് കറക്റ്റ് നടുക്കിടണമെന്നില്ല, ഇങ്ങനെ കുറച്ച് അകത്തിട്ട് കഴിഞ്ഞാൽ അല്പം വെള്ളം എപ്പോഴും അതിൽ സ്റ്റോർ ചെയ്ത് നിൽക്കും. അപ്പോൾ ചെടികൾക്ക് വലിച്ചെടുക്കാൻ നല്ലത്. ഈവൻ നമ്മൾ മറന്നു പോയാൽ പോലും ഇതുപോലെ ഡ്രില്ല് വെച്ചിട്ട് ഡ്രില്ല് ചെയ്തേക്കാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഡ്രില്ല് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3-4 ചട്ടിയിലായിട്ട് ആരടുത്ത് പറഞ്ഞാലും ഡ്രില്ല് ചെയ്ത് തരും. ഇല്ലാന്നുണ്ടെങ്കിൽ ചട്ടി ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ ചെറിയൊരു തുള കൊണ്ട് ഇട്ട് കൊടുത്തേക്കാം. തുണികളും ചേർത്തൊരു തുള കൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് വലുതാക്കി എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി ഇത് ഹാങ് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഞാൻ കാണിച്ചു തരാം. ഒരു 3-4 നോട്ട്സുകൾ ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തരാം, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ വേറെ കാശ് മുടക്കണ്ട, ഭംഗിയായിട്ട് നിങ്ങൾക്ക് കെട്ടിത്തൂക്കിടാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലും നിങ്ങൾക്ക് കൂടുതൽ ഞാൻ ചെയ്യുന്ന വീഡിയോസുകൾ എത്തത്തുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഗുഡ് ഷെയർ, നിവിൻ വേണോവാൽ.